അർജുനൻ മഹാഭാരതത്തിൽ, ഞാൻ പറയുന്നത് ഇതൊരു ചർച്ചയല്ല, മഹാഭാരതത്തിൻ്റെ ഭാഗമാണോ അല്ലയോ. ഇപ്പോൾ ഗീതയായാലും മഹാഭാരതമായാലും ഇറ്റ്സ് സംതിങ് ലൈക്ക് എ ട്രെയിൻ ജേർണി. എവറി സ്റ്റേഷൻ യു പുൾ ദ ചെയിൻ ആൻഡ് സ്റ്റോപ്പ് ആൻഡ് ആർട്ട് സംതിങ് ആൻഡ് സംബഡി ഗെറ്റ് ഇൻ ആൻഡ് സംബഡി ഗെറ്റ് ഔട്ട്. അങ്ങനെയാണ് സംഭവിക്കുക. ഗീത തന്നെ 18 അധ്യായം ഉണ്ടാകണമെന്നൊരു തീരുമാനം ഉണ്ടാവുകയും 18 അധ്യായങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുമ്പോൾ ചില അധ്യായങ്ങളിൽ 20, 27, 28 ശ്ലോകങ്ങൾ, ചില അധ്യായങ്ങളിൽ 72 ശ്ലോകങ്ങൾ, 2-ാം അധ്യായത്തിൽ 72, 18-ാം അധ്യായത്തിൽ 78. ഈ പല അധ്യായങ്ങളിലും പറയുന്ന കാര്യം തന്നെ വീണ്ടും 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 ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഒരു കാര്യം പറഞ്ഞാൽ അതിന് നേരെ വിരുദ്ധമായ കാര്യമായിരിക്കും അടുത്തതിൽ പറയുന്നത്. വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. മതഗ്രന്ഥങ്ങളിലൊക്കെ എഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ് സത്യം. ദേ ഡോണ്ട് ലൈക്ക് എഡിറ്റിംഗ്. ഒരിടത്ത് തെക്കോട്ട് പോകാൻ പറയും, ഒരിടത്ത് വടക്കോട്ട് പോകാൻ പറയും. തെക്ക് വടക്ക് സാധനമാണ് മൊത്തം. ഒരിടത്ത് പറയും ഞാനാണെന്ന് പറയും, ഒരിടത്ത് പറയും മറ്റേത് അവനാണെന്ന് പറയും, പിന്നെ പറയും ഇത് രണ്ടും ഞാനാണെന്ന് പറയും. ഇങ്ങനെയുള്ള ഒരുപാട് വരികളും ഗീതയിലുണ്ട്. ഗീതയുടെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ അതിൻ്റെ ആവർത്തനമാണ്. അതെന്തുകൊണ്ട് സംഭവിച്ചെന്ന് കഴിഞ്ഞാൽ ഗീത ഒരാളിരുന്ന് എഴുതിയതായിട്ട് തോന്നുന്നില്ല. കാലഘട്ടങ്ങളിൽ പല പല ലാംഗ്വേജ് തന്നെ കാണാൻ കഴിയും, പല പല ആശയങ്ങൾ തന്നെ കാണാൻ കഴിയും. ബ്രഹ്മമാണ് ആത്യന്തിക സത്യം എന്ന് പറയുന്ന വരികളുണ്ട്. ചിലടത്ത് പറയുന്നത് കൃഷ്ണനാണ് ഏറ്റവും വലിയ ദൈവം, ബ്രഹ്മം എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ യോനിയാണ്, കൃഷ്ണൻ അതിനകത്ത് ബീജം വിതയ്ക്കുമ്പോഴാണ് സൃഷ്ടി നടത്തുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് സാങ്കേതിലെ പ്രകൃതിയും പുരുഷനും എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഉപനിഷത്തിലെ ബ്രഹ്മം എടുക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസവും ദ്വിദൈവ വിശ്വാസവും എല്ലാ വിശ്വാസങ്ങളും നിങ്ങൾക്ക് ഗീതയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ അതിനകത്ത് വളരെയധികം കോൺട്രഡിക്ഷൻ ഉണ്ട്. മഹാഭാരതത്തിലെ അർജുനനെ കുറിച്ച് പരിചയപ്പെടുകയാണെങ്കിൽ വളരെ അഹംഭാവിയും തൻ്റെ കരുത്തിൽ അഗാധമായിട്ടുള്ള ബോധമുള്ളവനും ഒരു യുദ്ധത്തിലും കരളറയ്ക്കാത്തവനും കൈവിറയ്ക്കാത്തവനുമാണ് അർജുനൻ. അർജുനൻ സ്വന്തം സഖാവും ഗീതയിലെ ഗുരു എന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യുന്ന കൃഷ്ണനെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ്. സ്വന്തം പിതാവായ ദേവേന്ദ്രന് നേരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ് അർജുനൻ. സ്വന്തം ദൈവതുല്യമായ ആരാധിക്കുന്ന ജ്യേഷ്ഠനായിട്ടുള്ള യുധിഷ്ഠിരന് നേരെ വാളോങ്ങിയ വ്യക്തിയാണ് അർജുനൻ. അർജുനൻ എവിടെയും ഒരു യുദ്ധവും കണ്ടിട്ട് പകച്ചതായും മഹാഭാരതത്തിലെങ്ങും പറയുന്നില്ല. അർജുനൻ യുദ്ധം ചെയ്തിട്ടുള്ള എല്ലാം തന്നെ ബന്ധുക്കളോട് തന്നെയാണ്, മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധുവായിട്ട് വരും. അവിടെ ഒന്നും ഇല്ലാത്ത ഒരു പ്രശ്നം തൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിൽ യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ അർജുനൻ ഉണ്ടായി എന്ന് പറയുന്നത് ഒരു കഥയാണ്. ആ കഥയായിട്ട് തന്നെയാണ് ഞാനിവിടെ വിശകലനം ചെയ്യുന്നത്. ഗീത എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാണ്. 2 സേനകൾ ലക്ഷക്കണക്കിന് വരുന്ന, അതായത് ഈ ലോകത്തൊന്നും ഇങ്ങനെ ഒരു യുദ്ധം നടക്കാൻ സാധിക്കില്ല. അത്രമാത്രം ആളുകൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, ആനകൾ പങ്കെടുത്തിട്ടുണ്ട്, കുതിരകൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിഹാസത്തിൻ്റെ ഒരു വർണ്ണനയാണ്, ഒരു ചമത്കാര വർണ്ണനയാണ് ആ യുദ്ധം. എങ്കിലും അതിനകത്ത് യുക്തിയുടെ ഒരു അംശം നോക്കുകയാണെങ്കിൽ ഈ സേനകളുടെ നടുവിൽ നിന്നുകൊണ്ട് ആ ബഹളത്തിൻ്റെയും പൊടിയുടെയും പൂരത്തിൻ്റെയും നടുവിൽ നിന്നുകൊണ്ട് 2 വ്യക്തികൾ 700 ശ്ലോകങ്ങൾ പരസ്പരം വിനിമയം ചെയ്തു എന്ന് പറയുന്നത് കുറഞ്ഞ പക്ഷം ഒരു തമാശയെങ്കിലുമാണ്. പക്ഷേ നമ്മളൊരു സാഹിത്യകൃതി എന്ന നിലയിൽ നമ്മൾ അങ്ങനെ അതിനെ കാണേണ്ടതില്ല. എന്താണ് 700 ശ്ലോകങ്ങൾ എന്ന് പരിശോധിച്ചാൽ മതിയാവും. മഹാഭാരതത്തിൽ തന്നെ അജ്ഞാതവാസക്കാലത്ത് 12+1 വിരാടൻ്റെ രാജധാനിയിൽ പാണ്ഡവർ വസിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അവിടെ വിരാടൻ്റെ പശുക്കളെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു അവസ്ഥയിൽ വിരാടൻ രാജധാനിയിൽ ഇല്ലാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ഉണ്ട്. അപ്പോൾ മകൻ്റെ മേൽ ഉത്തരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് ഉത്തര അർജുനനോട് പ്രപ്പോസ് ചെയ്യുകയും അർജുനൻ അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. ഡിസ്പോസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ മകൻ +2 പാസ്സായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അഭിമന്യു. അദ്ദേഹത്തിന് വേണ്ടി നോമിനേറ്റ് ചെയ്തു. അങ്ങനെയാണ് ആ ഉത്തരയുടെ ഗർഭത്തിൽ വളർന്ന ശിശുവാണ് പിന്നീട് യുദ്ധത്തിന് ശേഷം ഈ കുരുവംശത്തിൻ്റെ തുടർച്ചയായി മാറുന്നത്. അപ്പോൾ ഉത്തരൻ യുദ്ധത്തിന് നയിക്കാനായിട്ട് പടയുമായിട്ട് പോകുമ്പോൾ ഉത്തര വല്ലാതെ ആശങ്കപ്പെടുകയും, അപ്പോൾ അവിടെ ഡാൻസ് മാസ്റ്ററായിട്ടാണ്, ബൃഹന്നള എന്ന് പറയുന്ന ഡാൻസ് മാസ്റ്ററായിട്ടാണ് അർജുനൻ അവിടെ ജോലി നോക്കുന്നത് 1 വർഷം. അപ്പം ഡാൻസ് മാസ്റ്റർ ആണെങ്കിലും പുള്ളി ആൾ വളരെ ഫിറ്റാണ്. അപ്പോൾ അർജുനനോട് ഉത്തര പറയുന്നുണ്ട്, എൻ്റെ സഹോദരൻ ഇങ്ങനെ പോകുന്നുണ്ട്, അവൻ ഇത്ര സ്റ്റഡി അല്ല ആൾ എന്ന് പറയുന്നത്. അങ്ങനെ തുണയ്ക്ക് പോകുന്നുണ്ട് അർജുനൻ. അപ്പോൾ ഉത്തരൻ ഭയങ്കരമായിട്ട് വീരവാദങ്ങളൊക്കെ അടിക്കുന്നത്, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും അടിച്ച് ചെയ്യുന്നത്. പക്ഷെ യുദ്ധഭൂമിയിൽ ചെന്നപ്പോൾ കൗരവരാണെതിരെ ഭീഷ്മരും മഹാരഥന്മാരായ കൗരവർ, ഭീഷ്മർ, ദ്രോണർ, കർണൻ, ശല്യം, അണ്ണൻ വിറച്ചുപോയി. അണ്ണൻ എല്ലാം കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. എനിക്ക് വയ്യ, ഞാൻ വിചാരിച്ച പശുവിന് വേണ്ടിയൊക്കെ എവരുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇത് പോകുമെന്നുള്ളത്. അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, നീ ഓടരുത്, നീ ക്ഷത്രിയനാണ്, യുദ്ധം നിൻ്റെ ധർമ്മമാണ്, നീ ഇത് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് അതൊക്കെ പറയാം, നിങ്ങൾ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് നടക്കുന്ന അതൊന്നും ശരിയാവില്ല. ഇറങ്ങി ഓടുകയാണ് ഉത്തരൻ. ഇറങ്ങി ഓടുന്ന ഉത്തരനെ അർജുനൻ പിന്തുടരുന്ന അവസാനം പിടിച്ചിട്ട് ഒരുപാട് വീണ്ടും ഡോസുകൾ ഇങ്ങനെ കുത്തിവെക്കുന്നു. നീ ഫൈറ്റ് ചെയ്യണം, ഇൻസ്പിറേഷൻ, ഉന്മേഷ സാഹിത്യത്തിൻ്റെ ഒരു വമ്പൻ വെള്ളച്ചാട്ടം തന്നെ ഉത്തരൻ്റെ മേളിൽ. പക്ഷേ ഉത്തരന് യാതൊരു മാറ്റമില്ല. ഉത്തരം പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നില്ല, എനിക്ക് വയ്യടേ എന്ന് പറയുന്നു. അവസാനം പാണ്ഡവരുടെ ആയുധങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു മരപ്പത്തിലേക്ക് അർജുനൻ
ഉത്തരനെ കൊണ്ടുപോവുകയും അവിടുന്ന് ആയുധങ്ങളെല്ലാം എടുത്തിട്ട് പറയുന്നു ഈ ആയുധങ്ങൾ വെച്ച് യുദ്ധം ചെയ്യാം. അപ്പോൾ ഇവൻ കണ്ടു ഇതെന്താണ് നിങ്ങൾ ഡാൻസ് മാസ്റ്ററിൽ ക്യൂടെക്സും പെയിൻറ്റും അല്ല, ഇതെങ്ങനെ ആയുധങ്ങളൊക്കെ വന്നത്? അതൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, ഈ സാധനമൊക്കെ നമ്മുടെ കയ്യിലുള്ളതാണ്, നമ്മളെ ടൂൾസ് ആണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു നീ വിചാരിക്കണം വെറും ഒരു ഡാൻസ് മാസ്റ്റർ അല്ല, ഞാൻ അർജുൻ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഉത്തരൻ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, അങ്ങനെ ഒരാൾ രാവിലെ വന്ന് കുറേ ടൂൾസ് കാണിച്ചിട്ട് അർജുനാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അപ്പം അർജുനൻ്റെ പര്യായങ്ങൾ പാർത്ഥൻ, വിജയൻ, കിരീടി, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം തെറ്റാതെ പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നു. അപ്പോൾ അത് പാസ്വേഡ് എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട് ഉത്തരൻ പറയുന്നു ശരി സമ്മതിച്ചു. എനിക്കിപ്പോൾ ആവേശം വന്നു. അപ്പോൾ പറഞ്ഞു നീ എൻ്റെ കൂടെ നിന്നാൽ മതി, യുദ്ധം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അർജുനൻ യുദ്ധഭൂമിയിലേക്ക് തിരിച്ചു വരികയും ഈ മഹാരഥന്മാരെ എല്ലാം ഒരുമിച്ച് കൂരമ്പുകളുമായി നേരിടുകയും ഒന്നടങ്കം അവരെ പരാജയപ്പെടുത്തുകയും ചെയ്ത പുള്ളിയാണ് അർജുനൻ. അപ്പോൾ വല്ലവൻ്റെയും പശുവിന് വേണ്ടി ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ നെഞ്ചിലേക്ക് കൂരമ്പുകൾ ചെയ്യാൻ മടിയില്ലാത്ത അർജുനന് സ്വന്തം രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ ഇതേ ആൾക്കാരെ കാണുമ്പോൾ ദേഹം വല്ലാതെ വന്നു എന്നൊക്കെ പറയുന്നത് ഒരു കവിഭാവന മാത്രമാണ്. ഇറ്റ് ഡസൻറ്റ് ഫിറ്റ് ഇൻ ടു ദ സ്കീം ഓഫ് തിങ്സ് ആസ് വി ക്യാൻ സീ ഇൻ മഹാഭാരത. ബട്ട് സ്റ്റിൽ ആയിക്കോട്ടെ, ഇതൊരു കഥയല്ലേ, അടിച്ചുവിടാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണോ വിരാടനോട് അർജുനൻ പറഞ്ഞത് അത് തന്നെയാണ് കൃഷ്ണൻ അർജുനനോടും പറയുന്നത്. അപ്പോൾ ആക്ച്വലി അർജുന ഈസ് ഈറ്റിംഗ് ഹിസ് ഓൺ വേർഡ്സ്. താൻ കക്കിയത് വാരി വിഴുങ്ങാൻ വിധിക്കപ്പെട്ട ഒരുവനായ അർജുനൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മാറുകയാണ്. ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ്. പിന്നെ കട്ട ഫിലോസഫിയും കൊടുമ്പിരി സാധനവും ബ്രഹ്മം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്നേ ഉള്ളൂ. സംഗതി തന്നെയാണ് അടിയട എന്നുള്ളതാണ്. നീ അടിക്കണം, നീ അടിക്കാനായിട്ട് പറഞ്ഞവനാണ്.